हाय स्टूडेंट्स ഇന്ന് നമ്മൾ സഞ്ചാർ और रचना BSc ഹിന്ദി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ തേർഡ് ലെസൺ നിർമ്മലയാണ് നോക്കാൻ പോകുന്നത്. അത് മുൻഷി പ്രേംചന്ദിൻ്റെ ഒരു നോവലാണ്. ഇതിലിപ്പോൾ രണ്ട് QR കോഡ്സ് തന്നിട്ടുണ്ട്. അത് ഫസ്റ്റ് 2 എപ്പിസോഡ്സിൻ്റെയാണ് തന്നു കൊടുക്കുന്നത്. പക്ഷേ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് ഫസ്റ്റ് 2 എപ്പിസോഡ്സ് മാത്രം നോക്കിയിട്ട് കാര്യമില്ല. ഫുൾ ഉപന്യാസിനെ കുറിച്ചിട്ടൊക്കെയുള്ള ഒരു ക്വസ്റ്റ്യൻസാണ് ഇതിൽ വരുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇവിടെ ഇതൊന്നുമില്ല, എന്താ പറയുക, ഇതിൻ്റെ ഒരു ചെറിയൊരു സാരാംശം പോലെയുണ്ട്. പക്ഷേ ലെസൺ അല്ല ഉള്ളത്. പക്ഷേ നമുക്ക് അതിൻ്റെ ഒരു ഫുള്ള് ആ ഒരു ലെസൺ കണ്ടാലേ നമുക്കത് വീഡിയോസ് കണ്ടാലേ നമുക്ക് അതിന് ഉള്ളൊരു ആൻസറൊക്കെ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നോക്കാം അതിലെന്താണ് ഉള്ളതെന്ന്. അപ്പോൾ നിർമ്മല എന്ന് പറഞ്ഞാൽ മുൻഷി പ്രേംചന്ദിൻ്റെ ഒരു നോവലാണ്. നിർമ്മല എന്ന് പറഞ്ഞാൽ ഒരു 15 വയസ്സായ പെൺകുട്ടിയാണ്. അപ്പോൾ ആളുടെ മാരേജ്, അതിൽ വരുന്ന ബുദ്ധിമുട്ടുകൾ, എങ്ങനത്തെ മാരേജ് ആയിരുന്നു, ഡൗറി സിസ്റ്റംസ്, ആ ഒരു സമയത്തുള്ളൊരു ഡൗറി സിസ്റ്റം, അതിനെയൊക്കെ കുറിച്ചിട്ടാണ് ഇതിൽ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ലെസൺ വായിച്ചിട്ട് അതിൻ്റെ അർത്ഥം നോക്കിയിട്ട് പിന്നെ ക്വസ്റ്റ്യൻ ആൻസേഴ്സിലേക്കും എത്താം. പിന്നെ ഈ ഒരു ഉപന്യാസിൻ്റെ ജിസ്റ്റ് എന്താണ് അതിലേക്കും നമുക്ക് ആ ഒരു കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ്, നിർമ്മല മുൻഷി പ്രേംചന്ദ് ദ്വാരാ രചിത് പ്രസിദ്ധ ഹിന്ദി ഉപന്യാസ് ഹെ. ഇപ്പം നിർമ്മല മുൻഷി പ്രേംചന്ദിൻ്റെ ഒരു ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ഒരു ഉപന്യാസമാണ്, നോവലാണ്. ഇസ്കാ പ്രകാശൻ സൺ 1927 में हुआ था. അപ്പോൾ ഇത് ഈ ഒരു നോവൽ എപ്പോഴാണ് ഇത് എന്താ പറയുക പബ്ലിഷ് ചെയ്തത്? അത് 1927 ചെയ്തത്. सन 1926 में दहेज प्रथा और अनमेल विवाह को आधार बनाकर इस उपन्यास का लेखन प्रारंभ हुआ था. 1926 ആൾ ഈ ഒരു ഉപന്യാസ്, ഈ ഒരു നോവൽ എഴുതി തുടങ്ങിയത്. അതിൽ മെയിൻലി ദഹേജ്, ഡൗറി സിസ്റ്റം, പിന്നെ അൺമേൽ വിവാഹ. അൺമേൽ മീൻസ് യോജിക്കാത്ത ഒരു കല്യാണം. ഇതിൽ പറയുന്നത് ഒരു 15 വയസ്സായ കുട്ടിയുടെ കല്യാണം ഒരു 35 വയസ്സായ ഒരാളുടെ കൂടെ കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് ആൾ 1926 എഴുതി തുടങ്ങിയത്. പിന്നെ इलाहाबाद से प्रकाशित होने वाली महिलाओं की पत्रिका चांद में नवंबर 1928 से दिसंबर 1928. നിങ്ങൾക്ക് ഇവിടെ ഒരു എന്താ പറയുക പ്രിൻറ്റിങ് മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. അതിൽ 1926 എന്നാണ് കൊടുത്തുകൊടുക്കുന്നത്. 1926 ആൾ എഴുതി തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ നവംബർ 1928 से दिसंबर 1928 എന്ന് എഴുതിക്കോളൂ കേട്ടോ. तक यह उपन्यास विभिन्न किश्तों में प्रकाशित हुआ था. ഇപ്പോൾ നമ്മുടെ നാട്ടിലുണ്ടല്ലോ മനോരാജ്യം ഒക്കെ, അതിലൊക്കെ കുറേ ചെറിയ ചെറിയ പാർട്സായിട്ട് കുറേ കഥകൾ വരുമല്ലോ. അതുപോലെ തന്നെ ഈ ഇലഹാബാദിൽ ഇതുപോലെ ഒരു വീക്ക്ലി ഉണ്ടായിരുന്നു, ചാന്ദ് എന്ന് പറഞ്ഞൊരു വീക്ക്ലി. അപ്പോൾ ഇതിൻ്റെ എപ്പിസോഡ്സ് നവംബർ 1928 തൊട്ട് ഡിസംബർ 1928 വരെ ഈ ഒരു ഇതിൽ കാണിച്ചിട്ടുണ്ട്, മീൻസ് പ്രകാശിച്ചിട്ടുണ്ട്, പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്നത് महिला केंद्रित साहित्य के इतिहास में यह उपन्यास का विशेष स्थान है. അപ്പോൾ ഒരു വിമൻ ഓറിയൻറ്റഡ് നോവലിനെ കുറിച്ച് പറയുമ്പോൾ ഈ ഒരു നോവലിനെ കുറിച്ച് എല്ലാവരും സംസാരിക്കും. इस उपन्यास को कथा का केंद्र और मुख्य पात्र निर्मला नाम की 15 वर्षीय सुंदर और सुशील लड़की है. അപ്പോൾ ഇതിൻ്റെ മെയിൻ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ നിർമ്മല എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയാണ്. ആ കുട്ടിക്ക് 15 വയസ്സായിട്ടുള്ളൂ. വളരെ സുന്ദരിയാണ്, വളരെ നല്ലൊരു ക്യാരക്ടറുള്ളൊരു മോളാണ്. നിർമ്മല കാ വിവാഹ एक अधेड़ उम्र के व्यक्ति से कर दिया जाता है. നിർമ്മലനെ ഒരു അധേഡ് എന്ന് പറഞ്ഞാൽ മിഡിൽ ഏജ് ആയിട്ടുള്ള ഒരാളുടെ കൂടെ ആളെ കല്യാണം കഴിപ്പിക്കും. जिसके पूर्व पत्नी से 3 बेटे हैं. ഇയാൾക്ക് ആദ്യം തന്നെ 3 ആൺകുട്ടികളുണ്ട്. निर्मला का चरित्र निर्मल है, परंतु फिर भी समाज में उसे अनादर एवं अवहेलना का शिकार होना पड़ता है. ആള് ഭയങ്കര പാവ ഒരു കുട്ടിയാണ്. പക്ഷേ ആ ഒരു കല്യാണത്തിന് ശേഷം ആളുടെ ഒരു ജീവിതത്തിൽ ഉണ്ടാവുന്ന സംഭവങ്ങളിലൊക്കെ
കുറിച്ച് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ കാണുമ്പോൾ ആ ഒരു സൊസൈറ്റിയിലെ ആൾക്ക് കിട്ടണ ഒരു ഡിസ്റെസ്പെക്റ്റ് അതിനെക്കുറിച്ചൊക്കെയാണ് ഇതിൽ പറഞ്ഞു കൊടുക്കുന്നത്. പിന്നെ ഉസ്കെ പതി പരായണത കാം നെഹി കർത്തി. ആള് ഭയങ്കര ഹസ്ബൻഡിനെ ഭയങ്കരമായിട്ട് റെസ്പെക്റ്റ് ചെയ്യണ ഒരാളാണ്. ആൾക്ക് വേറെ ഒരു ദോഷങ്ങളും ഇല്ല, ലൈക്ക് എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഒന്നുമില്ല. പക്ഷെ അതില്ലാണ്ടും ആൾക്ക് ഒരു റെസ്പെക്റ്റും ഉണ്ടായിരുന്നില്ല. ആളുടെ മേത്ത് സംശയങ്ങൾ വരും, അങ്ങനത്തെ കാര്യങ്ങൾ വരും. ഡെഫിനറ്റ്ലി ഒരു 15 വയസ്സായ പെൺകുട്ടി 35 വയസ്സായ ഒരാളുടെ കൂടെ കല്യാണം കഴിക്കുമ്പോൾ വരണ ബുദ്ധിമുട്ടുകൾ. ഉസ് പർ സന്ദേഹ കിയാ ജാത്ത ഹൈ. ആളുടെ മേത്ത് ഡൗട്ട് അടിക്കും ഹസ്ബൻഡ്. ഉസേ പരിസ്ഥിതിയാ ദോഷി ബനാ ദേത്തി ഹൈ. ആള് ഉള്ള ഒരു സാഹചര്യങ്ങളിൽ ആ ഒരു എൻവയോൺമെൻറ്റിലൊക്കെ നിൽക്കുമ്പോൾ ആളിനെയാണ് എല്ലാവരും കുറ്റം പറയാം. ഇസ് പ്രകാർ നിർമ്മല विपरीत परिस्थितियों से जूझती हुई मृत्यु को प्राप्त होती है. ആള് ടോർച്ചറും എല്ലാതും കൂടി സഹിച്ച് ഒരു ദിവസം ആൾ മരിക്കും. അതാണ് ഈ ഒരു സ്റ്റോറിയുടെ ഒരു ചെറിയൊരിത്. അപ്പം നമുക്ക് എപ്പിസോഡ്സ് 2 കാണിച്ചു കൊടുക്കണം. പക്ഷെ ഞാൻ ഫുൾ സ്റ്റോറി ഒരു ചെറിയൊരു ജിസ്റ്റിലാക്കി പറയാം. ഇതിൽ ഞാൻ ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ, അത് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് ഇംഗ്ലീഷിൽ. ഈ ഇപ്പം തന്നെ നമ്മൾ വായിച്ചില്ലേ, ഞാനിപ്പോൾ മലയാളത്തിൽ പറഞ്ഞു തന്നില്ലേ, അതും പിന്നെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ ഹിന്ദിയിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതും കാണാം. മീൻസ് അതും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ സ്റ്റോറി എന്താണെന്ന് നോക്കാം. ഈ സ്റ്റോറി എന്ന് പറഞ്ഞാൽ നിർമ്മല എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയുടെയാണ് ഈ സ്റ്റോറി. അപ്പോൾ ആ ഒരു കഥ മീൻസ് നമ്മുടെ 2 എപ്പിസോഡ്സിൽ കാണിക്കുന്നത് നിർമ്മലയുടെ കല്യാണം ഉറപ്പിച്ച് വെച്ച് കൊടുക്കുകയാണ്. പക്ഷേ ആളുടെ കല്യാണം ഉറപ്പിച്ചു കൊടുക്കുന്നത് ഒരു ചെറുപ്പക്കാരനായിട്ടാണ്. ഒരു ഭുവൻ മോഹൻ ആണ് ആളുടെ പ്രസ്തുത വരൻ. അപ്പോൾ ആളുടെ കല്യാണം വിതിൻ 1 മന്ത് നടക്കാൻ പോവുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ കാണിക്കണം. അപ്പോൾ ആ ഒരു ഹാപ്പിനെസ്സും പിന്നെ ഒരു ടെൻഷനും അതിലൊക്കെ ഇരിക്കുന്ന ഒരു നിർമ്മലനെയാണ് കാണിക്കുന്നത്. അപ്പോൾ ആളുടെ അമ്മയുടെ പേര് കല്യാണി എന്നാണ്. അച്ഛൻ്റെ പേര് ഒരു മിനിറ്റ് കേട്ടോ പറയാം. അച്ഛൻ്റെ പേര് ഉദയഭാനു ലാലാണ്. ഉദയഭാനു ലാൽ എന്ന് പറഞ്ഞാൽ ആളൊരു നല്ല വക്കീലാണ് അച്ഛൻ. അപ്പോൾ അച്ഛൻ മോളുടെ കല്യാണത്തിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ലക്നൗവിലേക്കൊക്കെ പോവാണ്. പിന്നെ അച്ഛൻ ഒരു സർക്കാരി വക്കീലായിരുന്നു, ഒരു സർക്കാർ പബ്ലിക് പ്രോസിക്യൂട്ടറായിരുന്നു. അപ്പോൾ ആള് ഒരു ഗുണ്ടനെ ശിക്ഷിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണിക്കുന്നത് അയാൾ വീടിൻ്റെ അവിടെ വന്ന് ചോദിക്കണ വക്കീൽ എവിടെയാണെന്ന്. അപ്പോൾ ആളുടെ ഭാര്യ കല്യാണി പറയും പുറത്ത് കൊടുക്കുകയാണെന്ന് പറയും. അപ്പോൾ ആള് കാണിക്കുന്നത് ചെക്കൻ്റെ വീട്ടിൽ പോയിട്ട് അവരുടെ അടുത്ത് ചോദിക്കുകയാണ് എന്തൊക്കെയാണ് തരണ്ടേന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ചെക്കൻ്റെ അച്ഛൻ പറയും ബാരാത്തിയോ കാ സ്വാഗത് ധൂംധാം സെ ഹോനി ചെയ്യും. മീൻസ് നോർത്തിലൊക്കെ അത് ഭയങ്കര കൂടുതലാണ്. ഈ ചെക്കൻ്റെ വീട്ടുകാർ കല്യാണത്തിന് വരുമ്പോൾ അവരെ നല്ലോണം ട്രീറ്റ് ചെയ്യണം, അതാണ്. പക്ഷെ ആ സമയത്ത് അവർ ചോദിച്ചില്ലെങ്കിലും ആൾക്കറിയാം എന്താ വെച്ചാൽ ഈ വക്കീൽ എന്തായാലും മോൾക്ക് അത്യാവശ്യം നല്ലോണം കൊടുത്തോളും. പിന്നെ ആ സമയത്ത് ആ ചെക്കനെയും കാണിക്കുന്നുണ്ട്, ഭുവൻ മോഹനെയും കാണിക്കുന്നുണ്ട്. അപ്പോൾ ആൾക്ക് എന്താവാനാ ഇഷ്ടം, ബിക്കോസ് ആൾ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ആൾ പറയും എനിക്ക് ഡോക്ടറിൻ്റെ അടുത്തേക്ക് നോക്കാനാണ് ഇഷ്ടം. അപ്പോൾ അവർ തമ്മിൽ അത്രേ വ്യത്യാസമുള്ളൂ, പ്രായത്തിൻ്റെ വ്യത്യാസം. അവൾ 15 വയസ്സായിച്ചാൽ മേ ബി ഹി മൈ ബി 20 years old, അത്രേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നടക്കുകയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ആൾ തിരിച്ചു വരുമ്പോൾ ഈ പറയണ ആൾ യാത്ര ചെയ്യുന്ന ട്രെയിനിൽ ഇയാളുണ്ടാവും. പക്ഷെ കഹാനിയിൽ വേറെയാ പറയണത്. ആള് ഭാര്യയായിട്ട് പിണങ്ങി പോയിട്ട് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി രാത്രി സമയത്ത് ഇയാൾ വന്നിട്ട് ഈ ഗുണ്ട വന്നിട്ട് ഈ വക്കീലിനെ നിർമ്മലയുടെ അച്ഛനെ കൊല്ലും. അതാണ് ഉണ്ടാവുന്നത്. പക്ഷെ വീഡിയോയിൽ കാണിക്കുന്നത് ട്രെയിനിൽ വെച്ചിട്ട് ഇയാൾ ഈ ഗുണ്ട നിർമ്മലയുടെ അച്ഛനെ കൊല്ലും. പിന്നെ ഈ ബാങ്കിൽ പോയിട്ട് കൊണ്ടുവന്ന കാശും പിന്നെ അവൾക്ക് വാങ്ങിച്ച സ്വർണത്തിൻ്റെ ആഭരണങ്ങളൊക്കെ എടുത്ത് അയാൾ പോവും. അപ്പോൾ ഇപ്പം എന്താ ഉണ്ടായ, നിർമ്മലയുടെ അച്ഛൻ മരിച്ചു.
ഇപ്പം നിർമ്മലയുടെ അച്ഛൻ മരിച്ചു. അപ്പം കല്യാണി എന്ന് പറഞ്ഞ ആളുടെ അമ്മയ്ക്ക് എൻ്റെ കയ്യിൽ അധികം ഒന്നും കൊടുക്കാനില്ല, ബിക്കോസ് എല്ലാതും ഗുണ്ട കൊണ്ടുപോയല്ലോ. അപ്പോൾ പിന്നെ കാണിക്കുന്നത് ചെക്കൻ്റെ വീട്ടുകാർ ഈ കല്യാണത്തിന് വേണ്ടാന്ന് പറയും, ബിക്കോസ് അവർക്ക് മനസ്സിലാവും എന്തായാലും അച്ഛൻ മരിച്ചു കഴിഞ്ഞു, അപ്പോൾ ഈ കുട്ടിക്ക് എന്തായാലും അധികം ഒന്നും കൊടുക്കാൻ പോകുന്നില്ല, അവർ കൊടുക്കാനുള്ള സ്ഥിതി ഉണ്ടോ എന്ന് തന്നെ സംശയമാണ്. അപ്പോൾ ആള് പറയും തുടക്കം തന്നെ അത്ര നല്ലതല്ല ഉണ്ടായിരുന്നു, അച്ഛൻ മരിച്ചു, ഇനി എന്തൊക്കെയാണ് ഉണ്ടാവുക, അത് കാരണം നമുക്ക് ഈ കല്യാണം വേണ്ടാന്ന് പറയും. ദഹേജ് കിട്ടാത്ത കാരണമല്ല എന്ന് ആ ഒരു ലെവലിലേക്ക് ആൾ സംസാരിക്കില്ല, പക്ഷെ ആളുടെ മനസ്സിലതായിരുന്നു. അപ്പോൾ ആ കുട്ടിയുടെ കല്യാണം ആ ഭുവൻ മോൻ്റെ കൂടെ അവിടെ തന്നെ അത് എന്താ പറയുക ഇല്ലാണ്ടാവും. പിന്നെ ആളുടെ അമ്മയ്ക്ക് ആകെ ടെൻഷനാവും, ഇനിയിപ്പോൾ ഇവളുടെ കല്യാണം കഴിപ്പിക്കേണ്ട, ഇവളുടെ താഴെ ഒരു പെൺകുട്ടിയും കൂടി ഉണ്ട്, പിന്നെ 2 ആൺകുട്ടികളുണ്ട്. അവരുടെ ഈ അമ്മയ്ക്ക് പെൺകുട്ടികളെ അധികം പഠിപ്പിക്കണമെന്നൊന്നും ആഗ്രഹമില്ല, ആൺകുട്ടികളുടെ കാര്യങ്ങൾ നല്ല ഭംഗിയിൽ നടക്കണമെന്നേ മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ കുറേ ആലോചനകളൊക്കെ വരുമ്പോൾ എല്ലാതും ഈ ദഹേജിൻ്റെ കാരണം എല്ലാതും മീൻസ് നല്ല ചെക്കന്മാരുടെ ആലോചനകളൊക്കെ ഇല്ലാണ്ടാവും. അപ്പോൾ ലാസ്റ്റിൽ ആലോചന വരുന്നത് എന്താണ്, ആ ഒരു തോത്താറാം എന്ന് പറഞ്ഞ ഒരാളുടെയാണ്. തോത്താറാം എന്ന് പറഞ്ഞ ആളും ഒരു വക്കീലാണ്, ആൾക്കും വയസ്സ് 35, 3 ആൺകുട്ടികളുണ്ട്, ഭാര്യ മരിച്ചു. അപ്പോൾ ഈ ആളുടെ ആണ് ആലോചന വരുന്നത്. ആള് ദഹേജ് ഒന്നും ചോദിച്ചിട്ടില്ല, ദഹേജ് എന്ന് പറഞ്ഞ ഡൗറി ഒന്നും ചോദിച്ചിട്ടില്ല. അപ്പോൾ ആളുടെ അമ്മയ്ക്ക് അത് മതിയായിരുന്നു, ഡൗറി ഒന്നും ഇല്ലല്ലോ, എന്നാൽ പിന്നെ പെൺകുട്ടീനെ അങ്ങോട്ട് കെട്ടിച്ചു വിടാം. അപ്പോൾ അതുപോലെ നിർമ്മല, ഈ 15 വയസ്സായ നിർമ്മലേനെ ഈ 35 വയസ്സായ തൂത്താറാമിൻ്റെ കൂടെ കല്യാണം കഴിച്ച് വിടും. വീട്ടിലെത്തുമ്പോൾ കാണുന്നത് നിർമ്മലയുടെ പ്രായമുള്ളൊരു ഒരു മോനുണ്ട്, അയാൾക്ക് മൻസാറാം എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഒരു 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന 2ാമത്തെ മോനുണ്ട്, അവൻ്റെ പേര് ജിയാറാമാണ്. പിന്നെ സിയാറാം എന്ന് പറഞ്ഞ ഏറ്റവും താഴെയുള്ള മോൻ, അവന് എന്തോ 7 വയസ്സ് അങ്ങനെ എന്തോ ആയിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ 3 ആൺകുട്ടികളുണ്ട്. പിന്നെ ആളുടെ ചേച്ചി അവിടെ ഉണ്ട്, ചേച്ചിയാണ്, ആളുടെ പേര് രുക്മിണി എന്നാണ്. അപ്പോൾ ആള് വിധവയാണ്. അപ്പോൾ പിന്നെ പോരാത്തതിന് ഈ തോത്താറാമിൻ്റെ ഭാര്യ ഇല്ലല്ലോ, അപ്പോൾ ഈ വിധവ ചേച്ചിയാണ് കാര്യങ്ങളൊക്കെ നോക്കാറ് വീട്ടിൽ. അപ്പോൾ അതുപോലെ വീട്ടിൽ വരുമ്പോൾ ആൾക്ക് പെൺകുട്ടിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. എന്താ വെച്ചാൽ ഇത്ര അച്ഛൻ്റെ പ്രായമുള്ള ഒരാളുടെ കൂടെ ഒരു ദാമ്പത്യ ജീവിതം മുന്നോട്ട് പോകുക, അതിനാ പറയുന്നത് അന്മേൽ വിവാഹം. അത്ര ആൾക്ക് അത്രയ്ക്ക് അങ്ങോട്ട് മനസ്സിലായിട്ട് വരുന്നില്ല. തൂത്താറാമ വെച്ചാൽ ആളെ എങ്ങനെയെങ്കിലും കയ്യിലാക്കാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ, ഗഹന വാങ്ങിച്ചു കൊടുക്കുക, ജ്വല്ലറീസ് വാങ്ങിച്ചു കൊടുക്കുക, പല കാര്യങ്ങൾ ചെയ്യുക, ബ്യൂട്ടി ടിപ്സൊക്കെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിന്ന് ചോദിക്കുക, അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ഇവൾക്ക് ആ ഒരു ഇൻട്രസ്റ്റ് വരുന്നില്ല നിർമ്മലയ്ക്ക് ഹസ്ബൻഡിൻ്റെ മേത്ത്. പക്ഷെ ആളെ ഭയങ്കര റെസ്പെക്റ്റൊക്കെയാണ്. ആളെപ്പോഴും അയാളെ കമ്പയർ ചെയ്യുന്ന ആളുടെ അച്ഛനായിട്ടാണ്. ബിക്കോസ് അതിൽ തന്നെ ആ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്, കോളറൊക്കെ ഉണ്ടാക്കി കൊടുക്കും. ഇങ്ങനെ കോളർ മാത്രമായിട്ടുള്ളൊരു സംഭവം ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ടാക്കി കൊടുക്കും. എൻ്റെ അച്ഛനും ഇതുപോലെ തന്നെയാണ് ഇടാറ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയും. പിന്നെ ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കും, എന്തോ ഒരു ഫ്രൈൻസ് പോലെ എന്തോ ഉണ്ടാക്കി കൊടുക്കുമ്പോഴും പറയും എൻ്റെ അച്ഛന് ഭയങ്കര ഇഷ്ടമായിരുന്നു, കോടതിയിൽ ഫ്രീ ടൈം ഉണ്ടാകുമ്പോൾ അതൊക്കെ കഴിക്കാറുണ്ട്. അപ്പോൾ ഇവള് എന്താ ചെയ്യുക, വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കാം, 3 പിള്ളേരെയും കാര്യങ്ങൾ നോക്കാം, അങ്ങനെയൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അവൾക്ക് ടൈം പാസ് വളരെ കുറവാണ്. അപ്പോൾ ഈ മൻസാറാം മൂത്ത മോനെന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് നല്ലോണം ഉള്ള ഒരു കുട്ടിയാണ്, അറിയണ ഒരു കുട്ടിയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു കുട്ടിയാണ്. അപ്പോൾ ഇവളെന്താ ചെയ്യുക, ടൈം പാസിന് വേണ്ടിയിട്ട് അവൻ്റെ കയ്യിൽ നിന്ന് ഇംഗ്ലീഷ്, അവൾക്ക് പഠിക്കാനൊക്കെ താല്പര്യമുള്ള കുട്ടിയായിരുന്നു, ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങും. അപ്പോൾ അച്ഛന് ആ ഒരു ഇത് കാണുമ്പോൾ, രണ്ടുപേരും സമപ്രായക്കാരാണല്ലോ, അപ്പോൾ ഈ തോത്താറാമിന് അത് കാണുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടാവില്ല. ആൾക്ക് അത് ഭയങ്കര ഡൗട്ടിൻ്റെ ഒരു വക്കത്തിൽ വരും. പക്ഷെ ഇവർ രണ്ടുപേരും മനസ്സിലൊരു കള്ളമില്ല. അവൻ അമ്മാന്ന് തന്നെയാണ് ആ സ്ത്രീനെ വിളിക്കുന്നത്, ആ പെൺകുട്ടീനെ വിളിക്കുന്നത്. ഇവളും അവനെ മകനെ പോലെ തന്നെയാണ് നോക്കുന്നത്. പക്ഷെ അച്ഛന് ഭയങ്കര ഡൗട്ട് അടിച്ചിട്ട് എന്താ ചെയ്യുക, ഈ മോനെ ഹോസ്റ്റലിൽ നിർത്താനുള്ള കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ കുട്ടിക്ക് അത് ഇഷ്ടമല്ല, ഹോസ്റ്റലിൽ നിൽക്കുന്നത് ഇഷ്ടമല്ല. പക്ഷെ ആ കുട്ടിക്ക് മനസ്സിലാവും അച്ഛന് ഇങ്ങനെ ഒരു ഡൗട്ടുണ്ട്. അത് കുട്ടീനെ മാനസികമായിട്ട് ഭയങ്കരമായിട്ട് തളർത്തും, അത് ഭയങ്കരമായിട്ട് വിഷമം തോന്നും ആ കുട്ടിക്ക്. അപ്പോൾ അത് മനസ്സിലാവുമ്പോൾ അവൻ തന്നെ പോയിട്ട് അവിടെ പറയും എനിക്ക് എങ്ങനെയെങ്കിലും ഒരു റൂം റെഡിയാക്കി തരണം. എന്നിട്ട് അവൻ അങ്ങോട്ട് പോകുമ്പോൾ ആൾ ഭക്ഷണം കഴിക്കലൊക്കെ നിർത്തും, ശരിക്കും ഭക്ഷണം കഴിക്കില്ല, ആളുടെ ഹെൽത്ത് നോക്കില്ല. അപ്പോൾ എന്താ ഉണ്ടാവുക, ആളുടെ ഹെൽത്ത് ഇങ്ങനെ ഡിറ്ററിയേറ്റ് ആയിക്കൊണ്ടേയിരിക്കും. പിന്നെ ഇവളും
ഇയാളുടെ സംശയം ഉള്ള കാരണം അവളും അവൻ്റെ അടുത്ത് നിന്ന് കുറച്ചൊരു ഡിറ്റാച്ച്ഡ് ആവാൻ നോക്കും. ഇവളുടെ മനസ്സിൽ കള്ളല്ല, ആ കുട്ടീൻ്റെ മനസ്സിലും കള്ളല്ല, പക്ഷെ ഇയാളുടെ മനസ്സിൽ കള്ളുണ്ട്. പിന്നെ ആ കുട്ടീൻ്റെ എന്താ പറയുക, ഹെൽത്ത് ഇങ്ങനെ മോശമായി ഹോസ്പിറ്റലൈസ്ഡ് ആവും. ഹോസ്പിറ്റലൈസ്ഡ് ആവുമ്പോഴാണ് അച്ഛൻ പോയി കാണാം. അച്ഛൻ പോയി കാണുമ്പോൾ ആ കുട്ടി കോമയിലാണ്. അച്ഛൻ കുറേ വിളിക്കും, പക്ഷെ എന്നാലും ആ കുട്ടി എനിക്കില്ല. പിന്നെ ഇവള് വന്ന് വിളിക്കുമ്പോൾ, നിർമ്മല വന്ന് വിളിക്കുമ്പോൾ അമ്മ എന്ന് പറയും. അതോടെ ആ കുട്ടി മരിക്കും. അതാ ഉണ്ടാവുക. അപ്പോൾ അത് തോത്താറാമിന് ആ ഒരു സീൻ കാണുമ്പോൾ ഭയങ്കര സങ്കടമാവും. ഈശോ, ഞാൻ വെറുതെ ആണല്ലോ സംശയിച്ചത്, എന്തിനാ ഞാൻ സംശയിച്ചത്? ആൾ അതിൽ ഭയങ്കരമായിട്ട് ഡൗൺ ആവും. അതിൻ്റെ പിന്നാലെയാണ് ജിയാറാം എന്ന് പറഞ്ഞ ചെക്കൻ. എന്താ ചെയ്യാം, ആൾക്ക് കുറച്ച് ഇങ്ങനെ ഒരു ഗ്രൂപ്പായിട്ട് ഒരു മോശമായ ചെക്കന്മാരൊക്കെ ആയിട്ടായിരുന്നു ഇതുണ്ടാവുക, ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവുക. എന്താ വെച്ചാൽ ആൾക്ക് വീട്ടിൽ അമ്മ മരിച്ചതിന് ശേഷം ഒരു പുതിയ അമ്മ വന്നതിന് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഈ രുക്മിണി എന്ന് പറഞ്ഞ് തോത്താറാമിൻ്റെ ഭാര്യയുടെ കയ്യിൽ നിന്ന് താക്കോലൊക്കെ എടുത്തിട്ട് മോളുടെ കയ്യിൽ, ഈ ഭാര്യയുടെ കയ്യിൽ കൊടുക്കുമ്പോൾ അത് ആ രുക്മിണി എന്ന് പറഞ്ഞ ആ സ്ത്രീക്കും അത്രയ്ക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആൾക്കും നിർമ്മലാനെ കുറച്ചൊരു ദേഷ്യം തന്നെയായിരുന്നു. അപ്പോൾ ഒരു ദിവസം നിർമ്മല കിടന്നുറങ്ങുമ്പോൾ നിർമ്മലയ്ക്ക് വാങ്ങിച്ചു കൊടുത്ത ഒരു എന്താ പറയുക ജ്വല്ലറി ബോക്സ് ഉണ്ടായാലും കുറേ ജ്വല്ലറീസൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് ഇയാൾ. അത് കാണാണ്ടാവുമ്പോൾ നിർമ്മല അത് കണ്ടിട്ടുണ്ട്, ആ ചെക്കനെടുത്ത് പോണത്. മീൻസ് ആൾക്കൊരു ഒരു ഐഡിയ കിട്ടും, ഇത് സിയാറാമാണ് എടുത്ത് കൊണ്ടുവരുന്നതെന്ന്. ജിയാറാമാണ് രണ്ടാമത്തെ മോൻ്റെ പേര് ജിയാറാമാണ്. അവനെ എടുത്ത് കൊണ്ടുവരുന്നത് കാണും. അപ്പോൾ അവൾ ജിയാറാമിൻ്റെ റൂമിൽ വന്ന് തപ്പുമ്പോൾ, എന്തിനാ എൻ്റെ റൂമിൽ വന്ന് തപ്പണമെന്നൊക്കെ ചോദിക്കും. അല്ല മോനെ, അഥവാ എൻ്റെ കാണാനില്ല, അത് വീട്ടിൽ അല്ലാണ്ട് വേറെ ഒരു സ്ഥലത്തും ഉണ്ടാവില്ല, അത് കാരണം അമ്മ എല്ലായിടത്തും നോക്കുകയാണെന്ന് പറയും. അപ്പോൾ പിന്നെ തോത്താറാൻ പറയും, എന്തായാലും പോലീസിനെ അത് അറിയിക്കണം എന്ന് പറഞ്ഞിട്ട് പോലീസിനെ അറിയിക്കുമ്പോൾ പോലീസ്ക്ക് ഈ ചെക്കനാണ് അത് എടുത്തു കൊടുക്കണമെന്നുള്ളൊരു ഡൗട്ട് വരും. എന്നിട്ട് അപ്പോൾ നിർമ്മല പറയും, വേണ്ട, ഇനി നമുക്ക് ഈ പോലീസ് കേസൊന്നും വേണ്ട, നമുക്ക് ഇത് കുറച്ച് കാശ് കൊടുത്തിട്ട് ഈ പോലീസ് കേസ് ഇല്ലാണ്ടാക്കാം. എന്താ വെച്ചാൽ അഥവാ ഈ കുട്ടിയാണ് എടുത്തുണ്ടാച്ചാൽ പിന്നെ അത് വീട്ടിനൊരു മോശപ്പേരാണല്ലോ, അത് കാരണം അത് വേണ്ട. പക്ഷേ ഈ ഒരു നാണക്കേട് കൊണ്ട് ഈ രണ്ടാമത്തെ മോനും, ജിയാറാം എന്ന് പറഞ്ഞ മോനും ആത്മഹത്യ ചെയ്യും. അപ്പോൾ എന്തായി, 2 മക്കളില്ലാണ്ടായി. അപ്പോൾ വക്കീൽ തീരെ മനസ്സിന് ഒരു സുഖമില്ല, ആള് മര്യാദയ്ക്ക് ജോലിക്കും പോണില്ല, ഒന്നുമില്ല. പിന്നെ ഈ താഴെയുള്ള കുട്ടിക്കും ഇപ്പോൾ വീട്ടിൽ നിൽക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോൾ ആൾക്ക് ഒരു മാർക്കറ്റിൽ ഒരു സാധുവിനെ കാണും, ഒരു സന്യാസിനെ കാണും. ആ സന്യാസിയുടെ കൂടെ ഈ കുട്ടിയും ഓടിപ്പോവും. അപ്പോൾ അന്ന് ഈ തോത്താറാം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവും. പക്ഷെ ഇതിൻ്റെ മിഡിലിൽ ഈ എന്താ പറയുക, നിർമ്മലയ്ക്ക് ഒരു മോളുണ്ടാവും, അവളുടെ പേര് ആശ എന്നാണ്. അപ്പോൾ മോളുണ്ടാവും. ഈ ഭർത്താവ് അയച്ച വീട് വിട്ടും പോയി, ഇവളയച്ച ഭയങ്കര എന്താ പറയുക, ജീവിക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് ഞാൻ ഈ മൂത്ത മോൻ മരിക്കുമ്പോൾ ഒരു ഡോക്ടർ ചികിത്സിക്കും, ഡോക്ടർ സിൻഹ. അത് ആരായിരുന്നു? അത് ഭുവൻ മോഹനായിരുന്നു. ഭുവൻ മോഹൻ എന്ന് പറഞ്ഞാൽ ഭുവൻ മോഹൻ്റെ കൂടെയാണ് ആദ്യം നിർമ്മലയുടെ വിവാഹം നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആളുടെ ഭാര്യയുടെ പേരാണ് സുധ. അപ്പോൾ ഇവർ ഈ നിർമ്മലയും സുധയും ക്ലോസ് ആവും. പിന്നീടാണ് സുധയ്ക്ക് മനസ്സിലാവുക ഈ ഭുവൻ മോഹൻ ബിക്കോസ് ഓഫ് ഈ ഡൗവറി നിർമ്മലനെ കല്യാണം കഴിക്കാണ്ടിരുന്നത്. അത് കാരണം സുധ ഭയങ്കരമായിട്ട് ഇൻസിസ്റ്റ് ചെയ്യും. നിർമ്മലയുടെ അനിയത്തിയുണ്ട് കൃഷ്ണനെ ഭുവൻ മോഹൻ്റെ അനിയൻ്റെ കൂടെ ദഹേജ് ഒന്നും ഇല്ലാണ്ട് കല്യാണം കഴിപ്പിക്കണം എന്നുള്ള നിർബന്ധിച്ചിട്ട് അങ്ങനെ കൃഷ്ണനെ ഭുവൻ മോഹൻ്റെ അനിയൻ കല്യാണം കഴിക്കും. പിന്നെ ഒരു ദിവസം ഇവളെപ്പോഴും നിർമ്മല എപ്പോഴും സുധേരടുത്ത് സംസാരിക്കുമായിരുന്നു. എന്നുവെച്ചാൽ ആൾക്ക് കുറേയധികം ടെൻഷൻ ഉണ്ടല്ലോ, അപ്പോൾ ആ സംസാരിക്കുമായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഇവള് സുധേനെ കാണാൻ വരുമ്പോൾ വീട്ടിൽ സുധ ഉണ്ടായിരുന്നില്ല, ഭുവൻ മോഹൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഭുവൻ മോഹന് ഇവള് ഒത്തിരി അവൻ വയ്ക്കും, ഒത്തിരി നല്ല പെണ്ണിനെയാണല്ലോ ഞാൻ വേണ്ടാന്ന് ചെയ്യുക എന്നുള്ളൊരു മനസ്സിൽ വരും. എന്നിട്ട് അവൻ അവളുടെ അടുത്ത് ഒരു വേറൊരു രീതിയിൽ എക്സ്ട്രാ മാരിറ്റൽ അഫെയറിലേക്ക് പോകാമെന്നുള്ളൊരു രീതിയിൽ നിർമ്മലയുടെ അടുത്തേക്ക് വരുമ്പോൾ നിർമ്മല അത് നിരസിച്ചിട്ട് അവൾ അവിടെ നിന്ന് പോവും. പക്ഷേ ഈ കാര്യം സുധ അറിയുമ്പോൾ ഭർത്താവിനെ കുറേ ചീത്ത പറയും.
നിങ്ങൾ എന്ത് മനുഷ്യനാണെന്നൊക്കെ പറയും. ആ ഒരു കാര്യങ്ങൾ കേട്ടിട്ട് അയാൾക്ക് ഭയങ്കര മനസ്താപം ഉണ്ടായിട്ട് അയാളും സൂയിസൈഡ് ചെയ്യും. അപ്പോൾ അതും പോയി. അപ്പോൾ ഈ സുധ എന്താ ചെയ്യുക, അനിയനും ഭാര്യയുടെ കൂടെ ജീവിച്ചു തുടങ്ങും. അത് വേറെ ഒരു പാട്ട്. അപ്പോൾ ഇവിടെ ലാസ്റ്റിൽ കാണിക്കുന്നത് ഈ അവൾക്ക് തീരെ വയ്യാണ്ടാവും. മോളനെ ആ രുക്മിണി എന്ന് പറഞ്ഞ തോത്താരാം അവളുടെ ഭർത്താവിൻ്റെ ചേച്ചിയുടെ കയ്യിൽ കൊടുത്തിട്ട് പറയും, നിങ്ങൾ ഇവളെ നോക്കണം, എനിക്ക് തീരെ വയ്യ, നോക്കണം. പക്ഷെ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. വേണമെങ്കിൽ കല്യാണം കഴിക്കാണ്ടിരിക്കട്ടെ അവള്, കുഴപ്പമില്ല. അല്ലെങ്കിൽ കല്യാണം കഴിക്കാണ്ടിരിക്കട്ടെ, പക്ഷെ നിങ്ങൾ ഒരിക്കലും ഞാൻ അനുഭവിച്ച പോലത്തെ മീൻസ് തീരെ പ്രായത്തിനോട് യോജിക്കാത്ത ഒരു കല്യാണത്തിനോട് ഒരിക്കലും എൻ്റെ മോളെ നിങ്ങൾ പറഞ്ഞു വിടരുത്. അവൾ കല്യാണം കഴിക്കാണ്ട് തന്നെ വീട്ടിലിരുന്നോട്ടെ, പക്ഷേ ഈ ഒരു കാര്യത്തിന് നിങ്ങൾ ഒരിക്കലും സമ്മതിക്കരുത്. അവൾ ജോലി ചെയ്ത് വീട്ടിൽ തന്നെ ഇരുന്നോട്ടെ, അങ്ങനത്തെ കാര്യങ്ങൾ മീൻസ് അവൾ അത്രയ്ക്കും അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് അത് കുറച്ച് കഴിയുമ്പോഴേക്കും ഈ പറയുന്ന നിർമ്മല എന്ന് പറഞ്ഞ പെൺകുട്ടി മരിക്കുമ്പോൾ ലാസ്റ്റ് സീൻ കാണിക്കുന്നത് ഒരു വയസ്സായി ഒടിഞ്ഞ ഒരു മനുഷ്യൻ, അങ്ങനെ എന്താ പറയുക, തീരെ ശക്തി ഇല്ലാണ്ട് വന്നിങ്ങനെ ഒടിഞ്ഞിങ്ങനെ ഒരു മനുഷ്യൻ ഇങ്ങനെ ആ വീടിൻ്റെ മുമ്പിൽ നിൽക്കണ്. അതാരായിരുന്നു? തോത്താറാമായിരുന്നു, ആളുടെ ഭർത്താവ്. ആള് മോനെ അന്വേഷിച്ച് ആൾക്ക് കിട്ടിയില്ല മോനെ. ലാസ്റ്റിൽ ഭാര്യ മരിച്ചവിടെ കിടക്കാണ്, ഭർത്താവ് തിരിച്ചു വരുന്നു. അതാണ് ഇതിൻ്റെ ലാസ്റ്റിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു കഥയിൽ നമുക്ക് എന്താ മനസ്സിലാവുന്നത്? വെറുതെ മക്കളങ്ങനെ കല്യാണം കഴിച്ചു വിടാണ്ട് അവർക്ക് മനസ്സിന് യോജിക്കുന്ന കുട്ടികളെ കല്യാണം കഴിപ്പിക്കുക. പിന്നെ ഈ എന്താ പറയുക, ദഹേജ് എന്ന് പറയുമ്പോൾ ഡൗറി സിസ്റ്റം വളരെ മോശമാണ്, സത്യം പറയാലോ, വളരെ മോശമാണ്. ആ ഒരു ബേസിസിലാണ് ഒരാളെ കല്യാണം കഴിച്ചു കൊടുക്കുന്നത് വെച്ചാൽ എന്തൊരു ബുദ്ധിമുട്ടാണ് അല്ലേ. അത് മാനസികമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞിട്ടാണ് കല്യാണം കഴിക്കുന്നത് വെച്ചാൽ അതിലൊരു സുഖം വേറെയാണ്. നമ്മൾ മനസ്സിലാക്കിയിട്ടാണ് കല്യാണം കഴിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു സിസ്റ്റം എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി നല്ലതാണ്. ഇപ്പം കുറേയും കൂടി ആൾക്കാർ കുട്ടികളെ അങ്ങോട്ടും ഇങ്ങോട്ട് മനസ്സിലാക്കി ഇഷ്ടപ്പെട്ടിട്ടൊക്കെയാണ് കല്യാണം കഴിക്കുന്നത്. ഐ അഗ്രി ടു ഇറ്റ്. എനിക്ക് അതിനോടാണ് യോജിപ്പ്. അപ്പോൾ അതാണ് ഈ ഒരു ലെസൺ. അപ്പോൾ ഈ ലെസണിൽ മുഖ്യ പാത്രം ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഇതിൽ ഫസ്റ്റ് വരുന്നത് നിർമ്മലയാണ് ഈ ഉപന്യാസൻ്റെ മുഖ്യ പാത്രം. ആളുടെ ഭർത്താവാണ് തോത്താറാം. ഈ തോത്താറാം എന്ന് പറഞ്ഞ ആൾ എന്താണ്, ഒരു വക്കീലാണ്. ആളാട്ടും ഒരു 20 വയസ്സിന് മൂത്തതാണ്. പിന്നെ വരുന്നത് മൻസാറാം എന്ന് പറഞ്ഞാൽ തോത്താറാമിൻ്റെ മോനാണ്, പ്ലസ് നിർമ്മലയുടെ ഒരു പ്രായമുള്ള ഒരു കുട്ടിയാണ്. ജിയാറാം എന്ന് പറഞ്ഞാൽ തോത്താറാമിൻ്റെ 2ാമത്തെ മോനാണ്. സിയാറാം എന്ന് പറഞ്ഞാൽ തോത്താറാമിൻ്റെ ഏറ്റവും താഴെയുള്ള മോനാണ്. രുക്മിണി എന്ന് പറഞ്ഞാൽ തോത്താറാം കി വിധ്വ ബഹൻ, തോത്താറാമിൻ്റെ ചേച്ചിയാണ്. പിന്നെ വരുന്നത് കൃഷ്ണ എന്ന് പറഞ്ഞാൽ നിർമ്മലയുടെ സിസ്റ്ററാണ്, ചോട്ടി ബഹനാണ്. പിന്നെ കൃഷ്ണ കല്യാണം കഴിക്കുന്നത് ഭുവൻ മോഹൻ്റെ അനിയനാണ്. ഭുവൻ മോഹൻ എന്ന് പറഞ്ഞാൽ നിർമ്മലേനെ ആദ്യം കല്യാണം ആലോചിച്ച ചെക്കൻ, ആളുടെ കൂടെ എൻഗേജ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ ഒരു ചെക്കനാണ് ഭുവൻ മോഹൻ. പിന്നെയാണ് ഉദയഭാനു ലാൽ എന്ന് പറഞ്ഞാൽ നിർമ്മലയുടെ അച്ഛനാണ്. കല്യാണി എന്ന് പറഞ്ഞാൽ നിർമ്മലയ്ക്ക് മാത, നിർമ്മലയുടെ അമ്മയാണ്. സുധ എന്ന് പറഞ്ഞാൽ ഭുവൻ മോഹൻ ആ ഡോക്ടറിൻ്റെ വൈഫാണ്. ആശ എന്ന് പറഞ്ഞാൽ നിർമ്മലയുടെ മോളാണ്. അതാണ് ഇതിൻ്റെ ക്യാരക്ടേഴ്സ്. പിന്നെ ബാക്കിയൊക്കെ ഞാൻ പറഞ്ഞ പോലെ ഞാൻ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ എഴുതിയിട്ടുണ്ട്, ഞാനത് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ഈ കഹാനി എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ലെസണിൽ മീറ്റ് ചെയ്യാം കേട്ടോ. ബൈ.